രാജ്യത്ത് സെൻസസ് 2027 തുടക്കമായി. ഇന്ത്യയിലെ 16ാമത്തെയും സ്വതന്ത്ര ഇന്ത്യയിലെ 8ാമത്തെയും സെൻസസ് പ്രവർത്തനങ്ങളാണ് ഡിജിറ്റലായി നടത്തുന്നത്. 2 ഘട്ടങ്ങളായി നടത്തുന്ന സെൻസസ് 2027 കെട്ടിടങ്ങളുടെ കണക്കെടുപ്പിനാണ് തുടക്കമായത്. അതിൽ സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള നടപടികളാണ് ഇന്ന് തുടങ്ങിയത്. വൈക്കത്തെ സെൽഫ് എന്യൂമറേഷന് വൈക്കം MLA കെ ബിനിമോനാണ് തുടക്കമിട്ടത്. തഹസിൽദാർ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ MLAയുടെ വീട്ടിലെത്തിയാണ് നടപടികൾക്ക് തുടക്കമിട്ടത്. ഇന്നു മുതൽ 30-ാം തീയതി വരെ എല്ലാവർക്കും നിശ്ചിത വെബ്സൈറ്റിൽ കുടുംബാംഗത്തിന്റെ ഫോൺ വഴി രജിസ്റ്റർ ചെയ്ത കെട്ടിട വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താനാകും. ഒപ്പമുള്ള ചോദ്യാവലികൾക്കും ഉത്തരം നൽകണം. ഇതോടെ സൈറ്റിൽ ഒരു സെൽഫ് എന്യൂമറേഷൻ ID നമ്പർ ലഭ്യമാകും. പിന്നീട് ജൂലൈ 1 മുതൽ 31 വരെയുള്ള സമയങ്ങളിൽ എന്യൂമറേറ്റർമാർ എത്തുമ്പോൾ ഈ ID നമ്പർ നൽകണം. അവർ വേണ്ട കൂട്ടിച്ചേർക്കലുകളടക്കം നടത്തി കൃത്യത ഉറപ്പാക്കും. വെബ്സൈറ്റിൽ ആദ്യം കെട്ടിട ലൊക്കേഷൻ രേഖപ്പെടുത്തി വേണം സെൽഫ് എന്യൂമറേഷൻ നടത്തേണ്ടത്. എന്നാൽ സെൽഫ് എന്യൂമറേഷൻ നിർബന്ധമല്ല. ഇല്ലാതെ സ്വന്തമായി ഫോൺ ഉപയോഗിച്ച് ഡിജിറ്റലായി ഇതിൻ്റെ അകത്തുള്ള വെബ്സൈറ്റിൽ കയറി സെൻസസ് നമ്മുടെ വിവരങ്ങൾ സ്വന്തമായി കൃത്യമായി രേഖപ്പെടുത്തുവാൻ കഴിയും. അതിനകത്ത് വളരെ നല്ല രീതിയിലുള്ള ഒരു ആപ്പാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. വളരെ സിമ്പിളായി നമ്മൾ കൃത്യമായി നമ്മുടെ വീടിരിക്കുന്ന ലൊക്കേഷൻ ഉൾപ്പെടെ കറക്റ്റ് ചെയ്ത് അതിനകത്തുള്ള നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ രേഖകൾ കൊടുത്ത് ഓരോ വീട്ടിലുള്ള എത്ര പേരാണ്, വീട്ടിലുള്ള വീടിൻ്റെയും മറ്റ് സാഹചര്യങ്ങളിലേക്ക് കൃത്യമായ ലൊക്കേഷൻ ഇതിനകത്ത് ചേർക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ മുഴുവൻ ജനതയും ഇന്നത്തെ ഉൾപ്പെടുത്തിയുള്ള ഒരു സർവേയാണ് നടക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഞാനിത് പെട്ടെന്ന് ചെയ്യുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ യുഗത്തിൽ എല്ലാവർക്കും ഫോണിൽ അവരുടെ ഫോൺ ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു മാധ്യമമാണ്. അതിൽ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് രാജ്യ പുരോഗതിയിലേക്ക് നയിക്കുവാൻ പോകുന്ന വലിയ ഒരു പ്രോസസ്സിൽ നിങ്ങളും എളുപ്പത്തിൽ പങ്കാളികളായി ഈ പദ്ധതി എത്രയും വേഗം പൂർത്തീകരിച്ച് ഈ സെൻസസ് ഈ നടപടിക്രമം പൂർത്തീകരിച്ച് കൊടുത്ത് സെൽഫ് എന്യൂമറേഷൻ വഴി സെൻസസ് പ്രവർത്തനങ്ങൾ എളുപ്പത്തിലും വേഗത്തിലുമാക്കാൻ കഴിയുമെന്നതാണ് ഈ ഡിജിറ്റൽ സെൻസസ് വഴി ലക്ഷ്യമിടുന്നത്. അപ്ലോഡ് ചെയ്ത വിവരങ്ങൾക്ക് ഒരു 11 അക്ക നമ്പർ, എന്യൂമറേഷൻ നമ്പർ അവർക്ക് ലഭിക്കും. ആ നമ്പർ ജൂലൈ 1 മുതൽ വരുന്ന എന്യൂമറേറ്റർമാർക്ക് കൈമാറിയാൽ അവർ അത് വീണ്ടും എന്തെങ്കിലും കറക്ഷനുകൾ ആവശ്യമുണ്ടെങ്കിൽ ആയത് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ ഒരു സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടെങ്കിൽ, ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതിന് വരുന്ന സാങ്കേതികമായ ചെറിയ ഒരു ബുദ്ധിമുട്ട് വീടിൻ്റെ ലൊക്കേഷൻ ലോഞ്ചിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് എടുക്കുമ്പോൾ മാത്രമാണ് വരുന്നത്. അതിന് മാത്രമാണ് അഡീഷണലായി ഒരു സാങ്കേതിക പരിജ്ഞാനം ആവശ്യമുള്ളത്. അത് sc.census.gov.in എന്ന സൈറ്റിലൂടെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ സൈറ്റ് ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിലൂടെ നമുക്ക് നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ, ഇപ്പോൾ ഹൗസ് ലിസ്റ്റിംഗ്, നമ്മുടെ ഹൗസിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം കൃത്യമായും അപ്ലോഡ് ചെയ്യാനാവും. ആ സമയത്ത് നെറ്റ് കണക്ഷൻ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അതിന് മാത്രമാണ് നമുക്ക് മറ്റെന്തെങ്കിലും, അഥവാ നെറ്റ് കണക്ഷൻ ഇല്ല എങ്കിലും നമുക്ക് വിഷമിക്കേണ്ടതില്ല. അത് എന്യൂമറേറ്റേഴ്സ് വീണ്ടും വരുമ്പോൾ എടുക്കും. അവർ വരുന്ന ആപ്പിൽ ആ സമയത്ത് നെറ്റ് കണക്ഷൻ ഇല്ല എങ്കിൽ പോലും അത് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. നമ്മൾ മെയിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഗൂഗിൾ വെച്ചുകൊണ്ട് നമ്മൾ സാധാരണയായി ഒരു സ്ഥലം ലൊക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഓൺലൈൻ ആയിരിക്കണം ആ സമയത്തെന്ന് മാത്രമേ ഇതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. സെൻസസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി വൈക്കത്ത് എന്യൂമറേറ്റർമാർക്കും സൂപ്പർവൈസർമാർക്കുമുള്ള പരിശീലന പരിപാടിയുടെ ഭാഗമായി 1ാം ഘട്ട പ്രവർത്തനങ്ങൾക്കായി റവന്യൂ വില്ലേജ് അടിസ്ഥാനത്തിലും പഞ്ചായത്ത് വാർഡ് അടിസ്ഥാനത്തിലും ഭൂപ്രദേശങ്ങളെ ബ്ലോക്കുകളായി തിരിച്ചിട്ടുണ്ട്. ഈ ബ്ലോക്കുകളിലെ സെൻസസ് ജോലികൾക്കായി 550ഓളം ജീവനക്കാരെ എന്യൂമറേറ്ററായും സൂപ്പർവൈസർമാരായും നിയോഗിച്ചിട്ടുണ്ട്. ഇവരുടെ പരിശീലനം ഈ മാസം 22-നാണ് പൂർത്തിയാകുന്നത്. കോട്ടയത്ത് ജസ്റ്റിസ് KT തോമസിന്റെ വസതിയിൽ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസറായ ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീനയുടെ സാന്നിധ്യത്തിലാണ് സെൽഫ് എന്യൂമറേഷന് ജില്ലാതലത്തിൽ തുടക്കമിട്ടത്. 2ാം ഘട്ടത്തിൽ നടക്കുന്ന ജനസംഖ്യാ സെൻസസ് 2027 ഫെബ്രുവരിയിലാണ് തുടങ്ങുന്നത്. ന്യൂസ് ടീം, വൈക്കം വാർത്ത.